നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഗവേഷണങ്ങൾ എന്നും പുതിയ അറിവ് പകരുന്നവയാണ്. ചില ഗവേഷണങ്ങളാവട്ടെ നിലവിലുള്ളവയോ അതോ ഭാവിയോ പറ്റി ഉള്ളതാകും. അവയിൽ ചിലത് നമ്മൾ അവിശ്വസനീയം എന്ന രീതിയിൽ നോക്കിക്കാണുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഒരു ഗവേഷണ സൈദ്ധാന്തികർ പുറത്തുവിട്ട വിവരങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ശാസ്ത്രലോകം. വേറെ ഒന്നുമല്ല, 75 വർഷങ്ങൾ കഴിഞ്ഞാൽ US-ലെ പകുതി നഗരങ്ങളും പ്രേത നഗരങ്ങളായി മാറുമെന്ന് ഗവേഷണം പറയുന്നു. ഇത് ചുമ്മാ അങ്ങ് പറയുന്നതല്ല. ഫ്രാൻസിലെ ഒരഡോർ സുഗ്ലാനെ എന്ന നഗരവും ജപ്പാനിലെ ഹാഷിമ ദ്വീപും സൈപ്രസിലെ വരോഷ, കാലിഫോർണിയയിലെ ബോഡി, ബ്രസീലിലെ ഫോർലാൻഡിയ തുടങ്ങിയവയൊക്കെ പ്രേത നഗരങ്ങളായി മാറിയതെന്ന് ഉദാഹരണ സഹിതം പറഞ്ഞുകൊണ്ടാണ് പഠനം പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 2100 ആകുമ്പോഴേക്കും US-ലെ 30,000 നഗരങ്ങളിൽ പകുതിയും പ്രേത നഗരങ്ങളായി മാറുമെന്നാണ് പഠനങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. ഇക്കാലയളവ് തീരുമ്പോഴേക്കും 12 മുതൽ 23% വരെ ജനസംഖ്യയിൽ കുറവ് ഇവിടെ ഉണ്ടാകുമത്രേ. എല്ലാ നഗരങ്ങളും ഉപേക്ഷിക്കപ്പെടില്ല, എന്നാൽ ചെറുതാകും. പാരിസ്ഥിതികമായ ചില മാറ്റങ്ങളും ഇതുമൂലം ഉണ്ടാകാൻ ഇടയുണ്ട്. നിർമ്മാണ മേഖലയിലും മറ്റും സംഭവിച്ചേക്കാവുന്ന മുരടിപ്പ് സസ്യജാലകങ്ങളുടെയും മറ്റും വർധനയ്ക്ക് വഴിവെച്ചേക്കാം. ഇത് പൊടുന്നനെ സംഭവിക്കാവുന്ന മാറ്റമല്ല എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുമുണ്ട്. കാലക്രമമായിട്ടായിരിക്കും ഇത് സംഭവിക്കുക. ഇക്കാലയളവിൽ വളരെ സജീവമാകാനിരിക്കുന്ന മഹാനഗരങ്ങളിൽ പോലും ആളുകൾ കുറഞ്ഞു വരും. ആളുകൾ നഗരങ്ങൾ വിട്ട് പലയിടങ്ങളിലേക്ക് പോയി പാർക്കുമെന്നും ഗവേഷണം പറയുന്നു. നഗരങ്ങളിലെ ജനസംഖ്യാ മാറ്റത്തിന് പലവിധ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും ശാസ്ത്രജ്ഞർ കൂട്ടിച്ചേർത്തു. ഗതാഗതം, ശുദ്ധജലം, വൈദ്യുതി, ഇന്റർനെറ്റ് ഉപയോഗം എന്നിവയെല്ലാം ഇത് ബാധിക്കും. ഇന്ന് അമേരിക്കയിൽ പലയിടങ്ങളിലും ജനസംഖ്യ താഴേക്ക് പോകുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുണ്ടെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. കാർഷിക വൃത്തിയും മറ്റും സജീവമായുള്ള ഗ്രാമമേഖലകളിലാണിത് കൂടുതലുള്ളത്. ഇവിടങ്ങളിൽ യുവാക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ജനങ്ങൾ കൈയൊഴിയുന്ന, താമസമില്ലാത്ത നഗരങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രേത നഗരങ്ങൾ. പ്രശസ്തമായ പല പ്രേത നഗരങ്ങളും ഇന്ന് ഭൂമിയിലുണ്ട്. യുക്രൈനിലെ പ്രാപിച്ച് നഗരം ഇക്കൂട്ടത്തിൽ വളരെ പ്രശസ്തമാണ്. ചെർണോബിൽ ആണവ പ്ലാന്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം, എന്നാൽ ആണവ പ്ലാന്റിൽ സ്ഫോടനം ഉണ്ടായതോടെ ഈ നഗരത്തിൽ നിന്നും ആളുകളെ സോവിയറ്റ് അധികാരികൾ ഒഴിപ്പിച്ചു. പിന്നീട് ഇവിടം താമസ മേഖല അല്ലാതാവുകയായിരുന്നു. പ്രേത നഗരങ്ങളായി മാറിയ കഥ പറയാൻ ഏറ്റവും അനുയോജ്യമായത് ജപ്പാനിലെ ഹാഷിമ ദ്വീപ് തന്നെയാണ്. ആരോ തകർത്തെറിഞ്ഞ യുദ്ധഭൂമി പോലെയുള്ള ഒരു ദ്വീപാണിത്. കാഴ്ചയിൽ ഒരു യുദ്ധഭൂമിയുടെ പ്രതീതിയുള്ള ബാറ്റിൽ ഷിപ്പ് എന്നറിയപ്പെടുന്ന ഹാഷിമ ദ്വീപ് ലോകത്തിലെ ഏറ്റവും തരിശായ ഇടമെന്ന വിശേഷണം കൂടിയുണ്ട് ഈ ദ്വീപിന്. ജപ്പാനിലെ നാഗാസാക്കിയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ദ്വീപാണ് ഹാഷിമ. നാഗസാക്കിയുടെ പരിധിയിൽപ്പെട്ട ജനവാസമില്ലാത്ത 505 ദ്വീപുകളിൽ ഒന്ന്. ഹാഷിമയെ തകർത്തടിഞ്ഞ യുദ്ധക്കപ്പൽ പോലെ തോന്നിക്കുന്നതിനാൽ അതേ അർത്ഥം വരുന്ന ഗുങ്കൻ ജിമ എന്നും ബാറ്റിൽ ഷിപ്പ് ഐലൻഡ് എന്നും ഇതിനെ വിളിച്ചു വരുന്നു. തകർന്നു തുടങ്ങിയ കെട്ടിടങ്ങളും നഗരാവശിഷ്ടങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. വർഷങ്ങൾക്ക് മുൻപ് ഈ ദ്വീപിലും പരിസര പ്രദേശങ്ങളിലുമായി കൽക്കരിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. 1887 മുതൽ 1974 വരെ ഇവിടെ കൽക്കരി ഖനനവും നടത്തിയിരുന്നു. രണ്ടാം ലോക യുദ്ധകാലത്ത് കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും തൊഴിലാളികളെയും തടവുകാരെയും കൽക്കരി കുഴിച്ചെടുക്കുന്നതിനായി ഇവിടേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ കൊണ്ടുവന്ന തൊഴിലാളികളെ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരാക്കി. തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർ കടലിലേക്ക് വീണു മരിച്ചു. 1960 കാലഘട്ടത്തിൽ കൽക്കരിക്ക് പകരമായി പെട്രോളിയം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഹാഷിമയുടെ പ്രാധാന്യം അങ്ങ് മങ്ങി. ഖനികൾ അടച്ചുപൂട്ടി, ജനങ്ങൾ വീടൊഴിഞ്ഞു. അതോടെ തകർന്നടിഞ്ഞ യുദ്ധസ്ഥലം പോലെ ആരാലും സംരക്ഷിക്കാനില്ലാത്ത ഹാഷിമ ബാക്കിയായി. 2009 മുൻപ് വരെ ബോട്ടുകൾക്ക് ദ്വീപിൽ അടുക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. 2009 ലാൻഡിംഗ് നിരോധന നിയമം നിലവിൽ വന്നെങ്കിലും പ്രദേശവാസികളിൽ പലരും പലപ്പോഴും ഇവിടേക്ക് എത്താറുണ്ട്. അങ്ങനെ കാലം ഒറ്റപ്പെടുത്തിയ ഒരുപാട് സ്ഥലങ്ങൾ ഇന്നും അവശേഷിക്കുന്നു. അനുദിനം ഒരു ശക്തി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന US-ഉം ഒരു കാലത്ത് ആരാരുമില്ലാത്ത പ്രേത നഗരമാകുമെന്ന ഈ കണ്ടെത്തൽ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. ഒന്നിന്റെയും തിളക്കം എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല, അത് കാലം മായ്ച്ചു കളയുക തന്നെ ചെയ്യും.